42 വർഷങ്ങളായി കേരള പോലീസിനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരക്കുറുപ്പ് വീണ്ടും സുകുമാരക്കുറുപ്പ് വാർത്തകളിൽ നിറയുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സുകുമാരക്കുറുപ്പിനെ ബ്രോണയിൽ കണ്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ സജീവ ചർച്ചയായി നിൽക്കുന്നത്. കണ്ടത് സുകുമാരക്കുറുപ്പിനെ തന്നെയാണോ? പുറത്തു വന്ന ചിത്രങ്ങൾ സുകുമാരക്കുറുപ്പിന്റേതാണോ? അതിങ്ങനെ വീണ്ടും ഒരു പ്രഹേളികയായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഏതായാലും കേരള പോലീസ് ഒരിക്കൽ കൂടി സുകുമാരക്കുറുപ്പിന്റെ പുറകെ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങളുമായി അഞ്ജു ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നോക്കാം, ബ്രൂണയിൽ കണ്ടത് സുകുമാരക്കുറുപ്പിനെ തന്നെയാണോ? സുകുമാരക്കുറുപ്പിനെ ആ ചിത്രം, പുറത്തു വന്ന ചിത്രം സുകുമാരക്കുറുപ്പിന്റേതാണോ? പോലീസിന്റെ അടുത്ത നീക്കം എന്താണ്? പരിശോധിക്കാം. അഞ്ജു, ഇപ്പോൾ സുകുമാരക്കുറുപ്പ് വീണ്ടും സജീവമാവുകയാണ്. ആ പേര്, ആ വാർത്ത വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നു. ബ്രൂണയിൽ നിന്നൊരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അത് സുകുമാരക്കുറുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ പൂർണ്ണമായ സത്യസന്ധമായ അവസ്ഥയിലേക്ക് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാതെ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഏതായാലും കേരള പോലീസിന്റെ അടുത്ത നീക്കം എന്താണ്? പോലീസിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയ അഭിമാനക്ഷതം സംഭവിച്ച ഒരു ദിവസമാണ് ഇന്നലെ. കാരണം അവർ ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നത്. ക്രൈംബ്രാഞ്ച് സുകുമാരക്കുറുപ്പ് മരിച്ചതായിട്ടുള്ളൊരു റിപ്പോർട്ട് കൊടുത്ത് ആ കേസ് ഫയൽ ക്ലോസ് ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നു. കാരണം അതിന് അവർ കണ്ടെത്തിയ ഒരു ന്യായം എന്ന് പറയുന്നത് 40 വർഷം മുമ്പ് ഇയാളെ കണ്ട് ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൽ വെച്ചൊരു നേഴ്സ് രത്നമ്മ സുകുമാരക്കുറുപ്പിനെ കാണുകയുണ്ടായി. അപ്പോൾ അവർ അതിൽ വ്യക്തമായി പറയുന്നു സുകുമാരക്കുറുപ്പിന് ഹൃദ്രോഗമുണ്ട്. അപ്പോൾ ഹൃദ്രോഗമുള്ള ഒരു വ്യക്തി 40 വർഷത്തിൽ കൂടുതൽ അതിജീവിക്കില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതിലാണ് ഈ ക്രൈംബ്രാഞ്ച് ഇന്നലെ ആ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി രാവിലെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടൊക്കെ നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഒരു മാധ്യമം തന്നെയാണ് ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം വിദേശത്തൊരു രാജ്യം, അതായത് ബ്രൂണോ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അദ്ദേഹം ഒരു ദ്വീപ് സമൂഹമാണ്. ആ ദ്വീപിൽ ജീവനോടെയുണ്ട്. 25 വർഷത്തിലധികമായി അദ്ദേഹം അവിടെ തന്നെയാണ് പല വേഷങ്ങളിലായി ഒളിച്ചു താമസിക്കുന്നു എന്നുള്ളൊരു കാര്യം അവർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതാണ് കേരള പോലീസിനെ ഇപ്പോൾ വലച്ചിരിക്കുന്നത്. അവർ ക്ലോസ് ചെയ്യാനിരുന്ന ഒരു കേസാണ്. ആ കേസിൽ മേൽ ഇനിയും തുടരന്വേഷണങ്ങളുമായിട്ടാണ് ഇനി അവർ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് DGP ഇപ്പോൾ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്റർപോളുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് നടക്കുന്നത്. സ്വാഭാവികമാണല്ലോ, കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങളാണല്ലോ. അപ്പോൾ ഇന്റർപോളിന്റെ സഹായം വേണ്ടി വരും. ക്രൈംബ്രാഞ്ച് അപ്പോൾ ഇന്റർപോളിന്റെ സഹായം തേടാൻ വേണ്ടി പോവുകയാണോ? അതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത്? ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള കൂടിയാലോചനകളാണ് നടക്കുന്നത്. കാരണം ഇന്റർപോൾ പോലെയുള്ള ഒരു ഏജൻസിയാണ് കേസ് അന്വേഷിക്കുക. അപ്പോൾ ഇനി ആ കാര്യങ്ങളിലുള്ള വിവരങ്ങൾ അധികമായി തേടേണ്ടത് ഇന്റർപോളിനോടാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഇന്റർപോളിന് ലെറ്റർ കൊടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സംസ്ഥാന DGPയും അതുപോലെ തന്നെ പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടിയാലോചനകൾ നടക്കുന്നത്. ഒരുപാട് നിയമ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ തുടർ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഒരു വ്യക്തത വരുത്തണം. അത്തരത്തിലുള്ള വ്യക്തതകൾ വരുത്തി ഈ കേസുമായി ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരള പോലീസിന്റെ നിലവിലത്തെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കത്തയക്കണോ അല്ലെങ്കിൽ അതിന് മറ്റ് നടപടികൾ എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി ഒരു നിയമോപദേശം നേടുന്നതിന് ശേഷമായിരിക്കും പോലീസ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക. എന്തായാലും നിലവിലത്തെ ഒരു അപ്ഡേഷൻ പ്രകാരം കേരള പോലീസ് സുകുമാരക്കുറുപ്പിന്റെ കേസ് ഫയൽ അടയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിന് ആധാരമായുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ വ്യക്തമാക്കിയതുപോലെ ഈ ബ്രൂണോ എന്ന് പറയുന്ന ഈ ദ്വീപ് സമൂഹത്തിൽ ഇപ്പോഴും സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അദ്ദേഹം മറ്റൊരു പേരിൽ മറ്റൊരു ജോലിയിൽ അവിടെ ഒളിച്ചു താമസിക്കുകയാണ്. മറ്റാളുകളോടൊന്നും അധികം ഇടപഴകാതെ, ആരോടും അധികം സംസാരിക്കാതെ, അങ്ങനെ അത്തരത്തിൽ മലയാളി സമൂഹം അവിടെയുണ്ട്, മലയാളികളുണ്ട്, എല്ലായിടത്തും മലയാളികൾ, അതുപോലെ ബ്രൂണോയിലും മലയാളികളുണ്ട്. ഇവരോടൊന്നും അധികം സംസാരിക്കാതെ, പ്രത്യേകിച്ച് മലയാളികളോട് അടുത്ത ബന്ധങ്ങളൊന്നും പുലർത്താതെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുസരിച്ചാണ് കേരള പോലീസും കേസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഈ ബ്രൂണോയിലുള്ള ഒരു മലയാളി തന്നെയാണ്. അദ്ദേഹത്തിന് സുകുമാരക്കുറുപ്പിന്റെ പേര്, അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ നാഷണാലിറ്റിയും അതുപോലെ തന്നെ പേരും കണ്ടു തോന്നിയ ഒരു സംശയത്തിന് പിന്നാലെയാണ് സുകുമാരക്കുറുപ്പാണോ എന്നൊരു സംശയം ഉയരുന്നത്. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് അദ്ദേഹം അവിടെ ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമായത്. അതൊരു സൂചനയാണ്. വ്യക്തമാകുകയെന്ന് പറഞ്ഞാൽ അയാൾ മാത്രമാണ്, അയാൾക്ക് ഉറപ്പുണ്ട് എന്നാണ് ഈ കണ്ടയാൾ പറയുന്നത്. ആ സൂചനയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനം ക്ലോസ് ചെയ്യാനിരുന്ന ഒരു കേസാണ്. ആ ദിവസം തന്നെ ആ കേസിൽ വഴിത്തിരിവുണ്ടാകുമ്പോൾ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു അഭിമാനക്ഷതം കൂടിയാണ് നോക്കാം ഇനി അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഏതായാലും ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കാനൊന്നും നമുക്ക് കഴിയില്ല. കാരണം സുകുമാരക്കുറുപ്പാണ് ഇത്രയും 40 പ്രിയപ്പെട്ട പ്രേക്ഷകരെ 42 വർഷമാകുന്നു. 1984 എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1984 ചാക്കോയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ കേരളത്തിൽ നിന്ന് മുങ്ങുന്നത്. ഇപ്പോൾ 42 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്ന്
38-ാം വയസ്സിലോ മറ്റുമാണ് ഇയാൾ ഈ കൊലപാതകം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ 80 വയസ്സോളം ഉണ്ടാകും. ഇത്രയും കാലം അയാൾക്ക് ഇങ്ങനെ ഒളിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇനി അതുമാത്രമല്ല, നേരത്തെ ഒരു നഴ്സിന്റെ മൊഴി വന്നിട്ടുണ്ടായിരുന്നു. ബൊക്കോറോയിലെ ആശുപത്രിയിൽ വെച്ച് ഇയാളെ കണ്ടിരുന്നു. അന്ന് ഇയാൾ ഹൃദ്രോഗിയായിരുന്നു, ശസ്ത്രക്രിയയ്ക്കോ മറ്റോ എത്തിയതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്നൊരു നഴ്സിന്റെ മൊഴി അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാധ്യമ വാർത്ത വന്നിട്ടുണ്ട്. നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത്. ഈ മാധ്യമ വാർത്തയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഇത് ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇനി ഈ മനുഷ്യ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഇയാളുടേതല്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല. കാരണം ബ്രൂണൈ എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യമാണ്. അവരുടെയൊക്കെ ഈ സ്വകാര്യത നിയമങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെയൊന്നുമല്ല, അതിശക്തമായ നിയമങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനടക്കം മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇനി സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു ചോദ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇനിയിപ്പോൾ ഈ കണ്ടുപിടിച്ച ഇയാളെ തന്നെയാണെന്ന് കരുതുക, ഇയാളുടെ ഒളിത്താവളമാണ് കണ്ടെത്തിയതെന്ന് കരുതുക. അത് ചാനലുകളിലൂടെ പുറത്തു വന്ന സ്ഥിതിക്ക് ഇത്രയും കാലം ഒളിച്ചു താമസിച്ച ഇയാൾക്ക് വളരെ വേഗത്തിൽ അവിടെ നിന്ന് മാറാൻ കഴിയില്ലേ എന്ന ചോദ്യം വരുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് ഈ സുകുമാരക്കുറുപ്പിന്റെ കേസ് അന്വേഷിച്ച സംഘത്തിലുണ്ടായിരുന്ന അലി അക്ബർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അയാളിൽ നിന്ന് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാനലുകൾ ഈ പറയുന്ന ആളുകളെ, ഈ പറയുന്ന വ്യക്തിയെ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു സംശയം അലി അക്ബർ എന്ന് പറയുന്ന ആൾക്കുണ്ടായിരുന്നുവെങ്കിൽ അയാളത് ആദ്യം പറയേണ്ടത് ഈ അന്വേഷണ സംഘത്തോടായിരുന്നില്ലേ, ക്രൈംബ്രാഞ്ച് സംഘത്തോടായിരുന്നില്ലേ, അല്ലാതെ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയല്ലോ ചെയ്യേണ്ടത് എന്നൊരു ഭാഗം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതിന് തുടർച്ചയിൽ ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന്. ഏതായാലും 42 വർഷം ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച ഒരു മനുഷ്യൻ ഒടുവിൽ അയാളുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. അയാൾ താമസിക്കുന്നതെന്ന് കരുതുന്ന ഒരു സ്ഥലം പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോഴും പറയുന്നു അതിൽ പൂർണ്ണമായി ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അത് ഒഫീഷ്യൽ കൺഫർമേഷൻ വരാതെ നമുക്ക് അതിലൊന്നും സ്ഥിരീകരിക്കാൻ കഴിയില്ല.